ബൈ. സ്റ്റേക്കേഷൻ. നെക്സ്റ്റ് സ്റ്റേക്കേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. അവിടെ ഭയങ്കര പോകണം, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഓടി നടക്കുന്നത്. ചെറിയ 2 days സ്റ്റേക്കേഷൻ ആണെങ്കിലും ഒരു കെട്ട് സാരം ഉണ്ടാവും. നമ്മൾ എത്ര കുറച്ചാലും കുഞ്ഞുമായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് മഴക്കോളുണ്ട് നല്ലോണം. രാവിലെ മഴയായിരുന്നു, ഇപ്പോൾ രാവിലെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുറഞ്ഞിരുന്ന സ്റ്റേക്കേഷൻ. നമ്മൾ എവിടെയാണ് പോണേ? നിരാമായ എന്നാണ് റിസോർട്ടിൻ്റെ പേര്, നിരാമായ. ഈ ശരിക്കും ഭയങ്കര കടൽ വ്യൂ ഉള്ള റൂമാണ് നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കാണാം. പക്ഷെ മഴയത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാം, നോക്കാം. ഓക്കെ, എന്തായാലും അനുകുട്ടിക്ക് നല്ല ജലദോഷം മാറിയില്ല, 2 ദിവസമായി തുടങ്ങിയിട്ട്. 3rd day ആണ് മാറുന്നത് വിചാരിക്കുന്നത്. ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. അങ്ങനെ നിരാമായിലെത്തിയിരിക്കുന്നു. ഇത് അവിടെ റിസപ്ഷൻ ഏരിയ ആണ്. അത് തന്നെ നോക്കൂ, എന്ത് ഡിഫറെൻ്റ് ആണല്ലേ. നടുക്കൊരു പോണ്ട് പോലെ, അതിൽ കുറേ ഫിഷും. ഇവർക്ക് എല്ലാം കൂടി 11 acres + 5 acres എന്നാണ് പറഞ്ഞത്, അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഇതിൽ നേരെ കടലാട്ടോ, അങ്ങോട്ട് പോകുമ്പോൾ കാണാം നമുക്ക്. ഇവരുടെ തന്നെ സ്വന്തം തെങ്ങിൽ നിന്നുള്ള കരിക്കാന്നാണ് പറയുന്നത്. 1000 തെങ്ങുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ചോട്ട്. ഇവിടെ യോഗ ആക്ടിവിറ്റീസ്, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു യോഗ പെവിലിയനാണ്. അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഭയങ്കര സീ വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. സോ ബ്യൂട്ടിഫുൾ. ഗ്രീനറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബാനിയൻ ട്രീസാണ്, ആൽമരങ്ങൾ കൊണ്ട്. പിന്നെ തെങ്ങ്, പറഞ്ഞല്ലോ 1000 തെങ്ങുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ചൂട്ട്. കാറ്റ് നോക്കി എൻ്റെ ദൈവമേ, ഈ മഴ സീസണും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ മഴ മാറിയിരിക്കുന്നു, കാറ്റ് മാത്രമേ ഉള്ളൂ. സോ നൈസ്. ഈ ബനിയൻ ട്രീ നോക്കിയാൽ ഈ ഒരു ആൽമരം, എൻ്റെ അമ്മോ, എല്ലാം വലിയ വലിയ ആൽമരങ്ങളാണ് കേട്ടോ. രക്ഷയില്ലാത്ത സൈസ്. എത്ര വർഷം ഓൾഡാണെന്നറിയോ ഇതൊക്കെ. സോ ഹ്യൂജ്. ഇത് നേരെ ഈ പ്രോപ്പർട്ടീസ് എൻഡ് ചെയ്യുന്നത് കടലിലാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലേ ഔട്ട്. നോക്കിയേ, അപാര ഭംഗി, രക്ഷയില്ല. കെയർഫുൾ, സ്ലോലി സ്ലോലി. കാറ്റ് ഞങ്ങളെ പറത്തിക്കൊണ്ട് പോകണു. സ്ലോലി സ്ലോലി. അറിയിക്കോളൂ, എന്ത് സന്തോഷം നോക്കും മുട്ടുപോൾക്ക്. ഇറങ്ങിയ മോനെ, ഓ, കടൽ കണ്ട സന്തോഷമാണോ? നേരെ കാണുന്ന കടലാ അല്ലേ? അയ്യോ, ആ കടൽ പേടിയാണ്. പക്ഷേ അടുത്തോട്ട് പോകാൻ വേവ്സ് ഇഷ്ടമല്ല, പക്ഷെ വാട്ടർ ബോഡി കാണുന്നതിൻ്റെ സന്തോഷം. വിഴിഞ്ഞം പോർട്ട് തൊട്ടപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന നമുക്ക് ഷിപ്പെല്ലാം പോകുന്നത് കാണാം. വിഴിഞ്ഞം പോർട്ടിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ കാണാം. അത്ര അടുത്താണ് ഈ പ്രോപ്പർട്ടി. ആണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഈ വലിയ ആൽമരത്തിൻ്റെ ചോട്ടിൽ നേരെ ഫേസിങ് ദ സീ ആൻഡ് വിഴിഞ്ഞം പോർട്ട് സൈഡിലും. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ദിസ് ഈസ് അവർ കോട്ടേജ്. ഇറ്റ്സ് ലൈക്ക് എ തറവാട് അല്ലേ, ട്രഡീഷണൽ ഹൗസ്. പുടു ഇതേ നോക്കൂ, റൂമിലേക്ക് കയറുമോനെ. ആഹാ, വാവ്.
എല്ലാ ആംബിയൻസിനനുസരിച്ചിട്ട് ഒരു ട്രഡീഷണൽ തറവാട് വീട് പോലെ ഫുൾ വുഡ്. സീലിംഗ് ഒക്കെ നോക്കിയാ എല്ലാ വാഷ്റൂംസ് ഓപ്പൺ ആണ്. എല്ലാ കോട്ടേജസിൻ്റെയും വാഷ്റൂം ഇസ് ഓപ്പൺ. കണ്ടോളൂ. വാവ്. ഓ ഓപ്പൺ എയർ കോൺസെപ്റ്റ് ആണ് വാഷ്റൂമിന്. ബാലി സ്റ്റൈൽ അല്ലേ. നമുക്ക് നേച്ചറിനെ കണ്ടുകൊണ്ട് കുളിക്കാം. നല്ല സ്പീഷ്യസ് അല്ലേ. ഇതൊരു വ്യത്യസ്തമായ അനുഭവം. ഓരോന്ന് പോലെയാണല്ലേ. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് കണ്ടോളൂ. ഞങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ്. കാറ്റത്തിങ്ങനെ ആടി ഉലയുന്ന മരങ്ങൾ. കടലും പുടു ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. പുടുവിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറക്കുന്നത് കൊണ്ടേ. യെസ്. ഉച്ചയ്ക്ക് ബുഫേ അല്ല കണ്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്ത് ഇഷ്ടത്തിനുള്ള കഴിക്കാം. രാത്രി ഇറ്റ് ഈസ് ബുഫേ ഐ തിങ്ക്. എല്ലാം കൂടി 31 or 32 റൂംസാണ് ഇവിടെ ഉള്ളത്. അതിൽ 6 ഒഴിച്ച് ബാക്കി എല്ലാം ഇതുപോലത്തെ തറവാട് കോട്ടേജസ്. റെസ്റ്റോറൻറ്റ്. വി ആർ ഗോയിങ് ഇൻസൈഡ്. ഒരു ചെറിയുള്ളി പ്രോൺ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഷെഫ് സ്പെഷ്യലാണ്. മോൾക്ക് ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് തരാം മോനെ. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കാഴ്ചകൾ കാണുന്നു. അതായത് വിഴിഞ്ഞം പോർട്ടിലേക്ക് കാർഗോ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാർഗോ ഷിപ്പ് പോകുമ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു ചെറിയൊരു ബോട്ടും കൂടി പോകുന്നതുണ്ടോ. അതങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു രീതി. കുറേ കണ്ടെയ്നേഴ്സാണ് അതിനകത്ത്. എന്തൊക്കെയാണോ നമുക്കറിയില്ല. വിഴിഞ്ഞം പോർട്ട് ഇസ് ദ മേജർ പോർട്ട് ഹിയർ. ഇതിന് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മേജർ പോർട്ട്സാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്, വിഴിഞ്ഞം പോർട്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ആർ ഹിയർ. ദാറ്റ് ഈസ് റാഗി സ്റ്റാർട്ട്. അതിനകത്ത് ചിക്കനാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്, കൊഴുക്കട്ട മാതിരി. ദിസ് വൺ സ്റ്റാർട്ടർ ആൻഡ് ദ സെക്കൻഡ് സ്റ്റാർട്ടർ റെയിൻബോ ഫിഷ്. ഒരു ഫിഷ് പ്ലാറ്ററാണ് റെയിൻബോ ഫിഷ്. അപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ വരും അങ്ങനെ. റെയിൻബോ ഷെഫിൻ്റെ സ്പെഷ്യൽ എല്ലാം ഭയങ്കര എന്താ പറയുക, എക്സ്പെരിമെൻ്റൽ, ഭയങ്കര നല്ലതായിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. 7 നിറങ്ങൾ, 7 സ്വാദ് അല്ലേ, 7 ഫ്ലേവേഴ്സ്. വെരി നൈസ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഷെഫ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഇത് കേരള സ്റ്റൈൽ ഗ്രീൻ മാരിനേഷൻ, മല്ലിയിലയെല്ലാം ചേർന്നത്. അടുത്തത് തേങ്ങാപ്പാൽ മാരിനേഷൻ വരുന്നു. എന്ത് ഫിഷാണിത്? മാഹി. യെസ്, താങ്ക് യു. അടിപൊളി. റാഗി ബോൾസ്, റാഗി കൊഴുക്കട്ട, അകത്ത് സ്റ്റഫ് ചിക്കൻ. നല്ല ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ വെൽനെസ്സിന് വരുന്ന ആൾക്കാരൊക്കെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന. ഞാൻ വിഴിഞ്ഞം പോർട്ട് കണ്ടിട്ടാണ് കഴിയുക. നോക്കിയോ അനുകുട്ടി, അനുവിന് ടേസ്റ്റില്ല. അനുവിനെ കംപ്ലീറ്റ് ജലദോഷം ടേസ്റ്റ് ബഡ്സ് ഒക്കെ പോയിരിക്കും. പുടുവിനെ കൊടുത്തു നോക്കാം. ഷെഫ് സ്പെഷ്യൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, രക്ഷയില്ലല്ലോ ദൈവമേ. അപ്പം പ്രോൺസ് കിഴി. എന്ത് ഫിഷാണിത്? ഈ മീൻ എന്തായിരുന്നു ഫിഷിൻ്റെ പേര്? വൈറ്റ് സ്നാപ്പർ ആയിരുന്നു അല്ലേ? ഓക്കെ, വൈറ്റ് സ്നാപ്പർ ആണല്ലേ? അയ്യോ,
അയ്യോ ഈ ഫീൽഡും കൂടെ. അതെ 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 നമ്മൾ അപ്പോൾ ഷെഫിൻ്റെ എല്ലാ കലാവിധവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. ചീരച്ചോറ്, മീനാണെങ്കിൽ വെള്ള ഫ്രഷ് സ്നാപ്പർ, വൈറ്റ് സ്നാപ്പർ അല്ലേ? അതാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ കേരള മാരിനേഷൻ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. തേങ്ങാപ്പാൽ പാൻ റോസ്റ്റ് ആണോ? അതെ, പാൻ റോസ്റ്റ്. കായ്ക്കറി കുറുമ. ഇതാണ് നമ്മുടെ കൊഞ്ച് കോഴി. ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കാറ്റ്. നമുക്ക് റൂമിലേക്ക് കൊടുത്തുവിട്ടു. ഓക്കെ, ഡിസേർട്ട് ഷെഫ് സ്നേഹത്തോടു കൂടി. നൈസ്. ചോക്ലേറ്റ് കേക്ക് കണ്ടിട്ട് ആവോ, ഇറ്റ്സ് വെരി സോഫ്റ്റ്. ഇതാ പുഡിന് കൊടുക്കാം. എന്തൊരു ക്യൂട്ടൊരു റൂമല്ലേ, ഭയങ്കര രസമുണ്ട്. സോ ബ്യൂട്ടിഫുൾ. പുറത്ത് ചെറിയ മഴ, കാറ്റ്, അതിനകത്ത് എ സി ഇട്ട് കോഴ്സായിട്ടിരിക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്റ്റേക്കേഷനാണ്, അതുകൊണ്ട് തന്നെ റിലാക്സിങ് ആണ് മെയിൻ. നല്ല ഭക്ഷണം, നല്ല റെസ്റ്റ്, ഒരുപാട് റിലാക്സ് ചെയ്യുന്ന 2 ദിവസം. നാളെ ഫുൾ ഇവിടെ ഉണ്ട്, മറ്റന്നാളാണ് നമ്മൾ റിട്ടേൺ. ഇത് നല്ല പ്രോപ്പർട്ടി അല്ലേ? ഷോ, ദിസ് ഇസ് നിരാമായ. നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6 മണി. സൺസെറ്റ് ഒന്നും ആയോ എന്ന് ശരിക്കൊന്നും കാണാൻ വയ്യ. മഴ കഴിഞ്ഞിട്ട് അതേ നോക്കിയേ പൊകഞ്ഞ് കിടക്കണം. പക്ഷെ എന്ത് കാറ്റെന്നറിയാം. മോളിത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നു. രക്ഷയുമില്ലാത്ത ഒരു ആംബിയൻസ്. ഇതുപോലൊരു സ്ഥലത്ത് ഞാൻ ഇതുവരെ താമസിച്ചിട്ടില്ല എന്ന് പറയാം. അത്രയും ബ്യൂട്ടിഫുൾ. പല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ ഗുഡ്, എല്ലാം നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് എല്ലാത്തിനെക്കാട്ടിലും അപ്പുറത്തേക്ക് പോയി. ഈ ഒരു ക്ലൈമറ്റും കൂടി ആയിരിക്കാം കേട്ടോ. ഈ മഴയുടെ ഈ ഒരു റെയിനി സീസണും ഒരു പച്ചപ്പും ഇതൊക്കെ ഈ എന്താ പറയുക, ഇവിടെ കംപ്ലീറ്റ് തെങ്ങും പിന്നെ ബനിയൻ ട്രീസ്, ദാറ്റ് ഈസ് ആൽമരങ്ങളാണ്. പുടു നോക്ക്, പുടു ഇങ്ങനെ ഹാപ്പി ആയിട്ട് സാധാരണ ചെരുപ്പില്ലാതെ പുടു ഇങ്ങനെ പുല്ലിലും മണ്ണിലൊന്നും അധികം നടക്കാറില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്, ചെരുപ്പില്ലാണ്ട് ഇതേ പുല്ലിൽ കൂടെയൊക്കെ നടക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബഗ്ഗി ഉണ്ട് കേട്ടോ. അതെ, ബഗ്ഗി ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ബഗ്ഗി റൈഡ് എടുക്കാൻ വേണമെങ്കിൽ. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോപ്പർട്ടി. ഇവിടെ പല ടൈപ്പ് ഓഫ് കോട്ടേജസ് ഉണ്ട്. അത് ഒരു ബനിയൻ ട്രീ വില്ലയാണ്, അത് കുറച്ചുകൂടി കടലിനോട് ചേർന്നാണ്. പിന്നെ ഒരു 360 ഡിഗ്രിയിൽ കടൽ കാണാൻ പറ്റുന്ന ഒരു കോട്ടേജ് ഉണ്ട് ഇവിടെ. അത് രണ്ടും ഇന്ന് ഫുള്ളാണ്. ബുക്കിംഗ് ഉണ്ടായിരുന്നു, അത് കാരണം നമുക്ക് അതിലേക്ക് പോകാൻ പറ്റിയില്ല. ദേ ഒരാൾ ഒറ്റയ്ക്ക് പോണു. എവിടെ പോണു മോളെ, എവിടെ പോണിടാ? ഇതൊക്കെ പഴയ തറവാട്. ഇതൊക്കെ നമ്മുടെ കോട്ടേജ് ഇരിക്കുന്നത് എന്ത് ക്യൂട്ടായി. ഇതുപോലെയാണ് ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു 28ഓളം കോട്ടേജസ് ഇസ് സംതിങ് സിമിലർ. വെളിയിൽ ചാരുകസേരയുണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെ നടക്കണം. ഷീ ഈസ് സോ ഹാപ്പി, ഫ്രീഡം, നേച്ചറുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നടക്കുകയാണ്. ഇങ്ങനെ അവസരങ്ങൾ കുറവാണല്ലോ കിട്ടുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിലും മുറ്റം അധികം ഇല്ല. അപ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് ഹൗസിനകത്തല്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. മോളെ കെയർഫുൾ മോനെ. ഗാർഡൻ ചെയർസൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുക. എവിടെ വേണം ഇങ്ങനെ നടക്കാൻ തന്നെ ഉണ്ട്. എന്ത് രസമല്ലേ. പാത്വേസ്, കല്ലുപാകിയ പാത്വേസ്, ബ്യൂട്ടിഫുൾ. നല്ല രസകരമായൊരു ക്ലൈമറ്റും ആംബിയൻസും സ്ഥലവും എല്ലാം. ഇന്നൊരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഓ അടിപൊളി. ഓക്കെ അടിപൊളി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സന്തോഷം. ബോയിച്ചേട്ടനെ അറിയാം. ഓക്കെ,
മോളിങ്ങനെ കറങ്ങാൻ നടക്കുവാണ്. ടോട്ടലാക്കി കുറച്ച് ജലദോഷം, അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം ഉണ്ട് ഇവിടെ. ഇന്ന് നാളെ മറ്റന്നാളെ പോവുള്ളൂ. വീട്ടുമുറ്റത്തൊക്കെ നടത്താനൊന്നും വിടില്ല, അവിടെ കുറവാണ്. പൂവൊക്കെ പറിച്ച് ഇങ്ങനെ കളിച്ച് നടക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രോപ്പർട്ടി. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ആണ് മനസ്സുകൊണ്ട്. സോ ഹാപ്പി. കുടുംബോളും ഞാനും ഒരേ മാനസികാവസ്ഥയിലാണ് തോന്നുമ്പോളുടെ അതേ ലെവലിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അല്ല മുന്നേ ഇവിടെ ചെറിയ ചെറിയ പൂക്കളൊക്കെ പറിച്ച് കുഞ്ഞിങ്ങനെ നടക്കുന്നു. ഓ അയ്യോ തലറങ്ങി വീഴും. വേണ്ട അങ്ങോട്ട് പോവാനെ. കടൽ ഇറ്റ്സ് സീ. സീ കടൽ. കടലിന് വീട്ടിൽ കയറാം. ഓക്കെ. ദാറ്റ്സ് കടൽ. ഓക്കെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീ. ഞങ്ങൾ രാത്രി ഡിന്നറിന് പുറത്തിറങ്ങുന്നില്ല, അത്രയ്ക്ക് കാറ്റും മഴയും. സോ റൂം സർവീസ്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ സൂപ്പുണ്ട്, ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്. അത് ബേസിക്കലി ഫോർ പുടുമോളാണ്. അതിൻ്റെ അതെ സോറി, പുടുമോൾ ആൻഡ് അനു. ടോസ്റ്റ്. യെസ്. പിന്നെ ഇത് കുറച്ച് തണുക്കാനായിട്ട് എടുത്ത് വെച്ചു പുടുമോളുടെ. ഫ്രഷ് ജ്യൂസ്, വാട്ടർമെലൺ ആൻഡ് ഇത് അനുവിന് ഐസ് ടീ, ലെമൺ ഐസ് ടീ. അതെ കറക്റ്റ്. അതെ, ഇതാണ് നമ്മൾ അധികം ഓർഡർ ചെയ്യാത്ത ഫുഡ്. ഇത് ചിക്കൻ കറി, ഇത് നാടൻ കറി. ആൻഡ് നാടൻ ചിക്കൻ കറി ഇവിടെ നല്ല ടെമ്പൂറ പ്രോൺസ് സ്റ്റാർട്ടർ. പിന്നെ ഇതിൽ പൊറാട്ടാസ്, കേരള പൊറാട്ടാസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. റൈസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒടുവിന് എപ്പോൾ വെളിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ പുറത്ത് ഭയങ്കര കാറ്റ്, രക്ഷയില്ല. അത് കാരണം നല്ല കാറ്റാണ്. ഇവിടെ കിളിവാതിൽ പോലെയാണ്, നമുക്ക് കിളിവാതിലുണ്ട്. ജനൽ അതുവഴി നോക്കുമ്പോൾ കാണാമല്ലോ. അതെ പുറത്തെ സീൻ ഇതാണ്. എന്ത് ഭംഗി നോക്കിയേ. സോ ബ്യൂട്ടിഫുൾ. അത് വിഴിഞ്ഞം പോർട്ട്. അത് ഭയങ്കര രാത്രിയൊക്കെ നല്ല ലൈറ്റ്സ്. ഇവിടെ നമ്മുടെ വെളിയിലിരിക്കാനുള്ള ചാരു കസേരയും കടലിങ്ങനെ കിടക്കുന്നതാണ്. നമ്മളകത്ത് ഡോർ ലോക്ക് ചെയ്തിട്ട് ഇരിക്കുന്നു. പക്ഷേ ഇതാണ് ജനൽ. സി, ഈ ജനൽ തുറന്നാൽ ഇറ്റ്സ് ലൈക്ക് എ കിളിവാതിൽ. കൊടുവന് സൂപ്പ് കൊടുക്കുന്നു കുട്ടി. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. ഞങ്ങൾ ലേറ്റാണ്. ഇങ്ങനെ കറങ്ങി നടക്കുക ഇവിടെ. ഇങ്ങനെ ഞാൻ കുറേ നേരം ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുമായിരുന്നു, മഴയൊക്കെ ആസ്വദിച്ച് കാറ്റ്. പക്ഷെ പുടു ഒരു രക്ഷയില്ല. പുടു അകത്തേക്ക് കയറുന്നേ ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ കാറ്റ് വന്ന് അവസാനം നമ്മളെല്ലാവരും പുടു പോലും പറന്നു പോയിട്ട് അവസ്ഥയായി. എന്താണ് മോളെ ഇവിടെ വന്ന് നോക്കൂ. ഇവിടെ മോളെക്കുറിച്ച് തന്നെ പറഞ്ഞേ. അവൻ ചിരിക്കുന്നു. പുറത്ത് നോക്കുന്ന എങ്ങനെയാ, പുഴു ഇങ്ങനെ കയറി നിന്ന് നോക്കുന്നത്. ഇവിടെ കൂടി എത്തി നോക്കുന്നുണ്ട്. കാറ്റ് കണ്ടോ. ഓ മൈ ഗാഡ്. എന്താ പറയുക, ഭയങ്കര വിൻഡിയാണ്. കടലിങ്ങനെ വെള്ളാക്കി കിടക്കുന്നു. ഇതിനൊരു വന്യമായ സൗന്ദര്യമാണ് കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോഴും, ഈ ഒരു വിൻഡിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും. സോ ബ്യൂട്ടിഫുൾ. ഐ എം എൻജോയിങ് ആക്ച്വലി. ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരുപാട് രാവിലെ അല്ല കേട്ടോ, രാവിലെ കഴിഞ്ഞു. ആക്ച്വലി പറഞ്ഞപ്പോൾ 9:30 മണി കഴിഞ്ഞു. കുടുംബങ്ങളും എന്നെക്കുട്ടിയും കൂടി റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി. കുഞ്ഞ് രാത്രി ലേറ്റായിട്ടാണ് കിടന്നത്, അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റു. നോക്കിയാൽ രാവിലെ തന്നെ നല്ല മഴയുള്ളൊരു രാവിലെ പകൽ, രാത്രി മുഴുവൻ മഴയായിരുന്നു. ഓ, കടലിൻ്റെ ആ ഒരു വേവ്സ് ഇങ്ങനെ ഇരമ്പുന്ന ശബ്ദം കേട്ടോ. തൊട്ട് താഴെ റെസ്റ്റോറൻറ്റ്, അങ്ങോട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഓ എന്തല്ലേ വൈബ്, മോർണിംഗ് വൈബ്സ്. ഫുൾ മഴയിൽ കുതിർന്ന ദിവസമാണ്. അതുകൊണ്ട് സതീഷും ഫാമിലിയെല്ലാം വന്നിട്ടുണ്ട്.
സതീഷും ഫാമിലി വൈഫ് കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് മീറ്റ് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ ബുഫേ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും എല്ലാ കാര്യവും വരില്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മഫിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ, ജ്യൂസസ് അതെല്ലാം ഉണ്ട്. ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ ലൈവാണ്. പലതരം ദോശ എന്ത് വേണമെങ്കിലും ഓർഡർ അനുസരിച്ചിട്ട് ചെയ്തുതരാം. ഓംലെറ്റ്സ് ഒക്കെ ചൂടായിട്ട്. ഞാനിപ്പോൾ ഒരു ഗീ റോസ്റ്റാണ് പറഞ്ഞത്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, അപ്പം മഴ ഒന്ന് ശാന്തമായിട്ടുണ്ട്, ഒന്ന് കുറഞ്ഞു. അതെ ഇപ്പോൾ നോക്കിയേ. അപ്പോൾ ഈ കേർട്ടൻസ് ബ്ലൈൻഡ്സ് ഒക്കെ മാറ്റി. ഇടയ്ക്കിടയ്ക്ക് ബ്ലൈൻഡ്സ് താഴെ ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഓപ്പൺ എയർ ആയി. ഓ സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഓ എന്താ മുന്നേ ആണോ എന്തൊക്കെയാ കാര്യങ്ങൾ പറയുന്നത്. കടലങ്ങനെ മഴയത്തെ പ്രക്ഷുബ്ധമായിട്ട് ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. എന്താ പക്ഷെ അതൊരു ഈ വൈൽഡ് ബ്യൂട്ടി പോലെ. നൈസ്. കാറ്റ് ഭയങ്കര കാറ്റാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ കാറ്റ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഗ്രിൽ ചിക്കൻ ആൻഡ് പൊട്ടറ്റോ പാറ്റീസ്. ഇതാണ് അനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ദോശയാണ് പറഞ്ഞിരിക്കുന്നത്, ഗീ റോസ്റ്റ്. അനുക്കുട്ടി ഓക്കെ അല്ലേ? അത് സോസേജ്, ഡബിൾ ഓംലെറ്റ്, തൊപ്പി ദോശ, ഗീ റോസ്റ്റ്. രണ്ട് ചട്നിയും സാമ്പാർ. അങ്ങനെ കടൽ നോക്കിക്കൊണ്ട് മഴ വന്നാൽ മഴയും കാണാം. മഴ മാറി നിൽക്കുന്നതും കാഴ്ചകൾ കാണാനായിട്ട് പോയിരിക്കും. കെയർഫുൾ. സോ സ്ലോലി കൈ പിടിച്ചോളൂ, അമ്മാമ്മയുടെ കൈ പിടിച്ചോളൂ കയറണമെങ്കിൽ. അങ്ങനെ പുടുമോളും ഞാനിവിടെ കറങ്ങി ഇപ്പോൾ അതെ ബഗ്ഗിക്കകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് മിസ്റ്റർ സനത്ത്, അദ്ദേഹമാണ് ഇത് ഡ്രൈവ് ചെയ്തത്. കറങ്ങി കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ ആളില്ലാതെ പോണു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഞങ്ങളെ രണ്ടാളെ കൂടെ ഒന്ന് കറക്കി കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മുടെ ഈ ഒരു വിശാലമായ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണല്ലോ, 11 ഏക്കേഴ്സ്. ആ മോളവിടെ ഇരുന്നു മിണ്ടാതിരിക്കണം. ഓക്കെ. അതെ നമ്മൾ പോകാൻ പോണു. ഓക്കെ, വി ആർ ഗോയിങ്. നമ്മൾ താഴോട്ട് വരുന്നു. നമ്മുടെ ബനിയൻ എന്ന് പറയുന്ന കോട്ടേജ് കുറച്ച് മേളിലാണ്. ഇത് കുറച്ചുകൂടെ താഴോട്ട് വരാണ്. ഉടനെ എടുക്കാൻ പറയുക ആ ചേട്ടനടുത്ത്. അങ്ങനെ അയ്യോട്ടാ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പ്രത്യേക സ്നേഹം. അവന് ഇഷ്ടപ്പെട്ടു സാധനം. ഒരു ഉമ്മ കൊടുക്കൂ. ഉമ്മ കൈ വെച്ചു ഉമ്മ. ഫ്ലൈങ് കിസ്. അതെ ഇഷ്ടപ്പെട്ടു.
ഷെഫിൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് കാണാൻ പോവുകയാണ്. അപ്പം നമുക്ക് ലഞ്ചിന് വേണ്ടി ഷെഫ് ഒരു ഫിഷിൻ്റെ ഒരു സ്പെഷ്യൽ മീനിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയെന്ന് പറയുമ്പോൾ അപ്പോൾ താഴെ അവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ഡെമോ ഒന്ന് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അത് കാണാം. ഓക്കെ, മോളും കൂടെ വരും. നിരാമായ വെൽനെസ് ലൈഫിലെ എക്സിക്യൂട്ടീവ് ഷെഫ് ഉമേഷിൻ്റെ കൈപ്പുണ്യമാണ് നമ്മളിങ്ങനെ 3 നേരവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചിന് എല്ലാം അലാക്കാട്ടാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഷെഫിൻ്റെ ഒരു ഇഷ്ട രീതിയിൽ ചെയ്തു തരാനാണ് ഞാൻ പറഞ്ഞത്. ഷെഫ് ചോയ്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ഒരു ഫിഷിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള, ഇപ്പോൾ ഇത് മറ്റേ നെയ്മീനാണ്, മറ്റതല്ലല്ലോ. നമ്മൾ സാധാരണ മാഹി എല്ലാം മോദ, പക്ഷേ ഇതല്ല, ഇത് നല്ല ഫ്രഷ്. അപ്പോൾ അത് വെച്ചിട്ട് ഷെഫ് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പ്ലാൻ? നമ്മൾ ഒരു നെയ്മീനിൽ തന്നെ ഒരു ടൊമാറ്റോ തേങ്ങാപ്പാൽ ഫിഷ് റോസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഓഡിയൻസായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു പുതിയ റെസിപ്പി കിട്ടുമല്ലോ അവർക്ക് വീട്ടിൽ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ തുടങ്ങാം. ഓക്കെ, നമുക്ക് ഫിഷ് ഒന്ന് മാരിനേഷൻ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരിനേഷൻ തന്നെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നാരങ്ങാനീര്, സോൾട്ട്, പിന്നെ ടർമറിക് പൗഡർ, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവ. ഉലുവ ചെയ്തു അല്ലേ മാരിനേഷനിൽ? വെരി ഗുഡ്. കാറ്റിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് എന്തായാലും ഓഡിയോയിൽ ഉണ്ടാവും. അത് ഇതുകൊണ്ടാണ് നമ്മൾ നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. ഒരു 1 പീസ് ഓഫ് ഫിഷിൻ്റെ മാരിനേഷൻ ഇപ്പോൾ കാണിക്കുന്നത്. ഗ്രേവി ടോട്ടലായിട്ട് നമ്മൾ ഉണ്ടാക്കും സോസ്, പക്ഷേ മീൻ വറുക്കുന്നത് ഒരെണ്ണം മാത്രം ഇപ്പോൾ കാണിക്കാം. ബാക്കി അകത്തെ കിച്ചണിലാണ്. പക്ഷേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ആൻഡ് ലിറ്റിൽ ഇതെന്താ പറയുക, ഉലുവാപ്പൊടി. നാടൻ കേരള സ്റ്റൈലിലാണ്. ജ്യൂസ് ചേർത്തു, പുളി നമ്മൾ പച്ചക്കനായ സോസിൽ ഒഴിക്കാം. സോസിൽ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഇച്ചിരി സവാളയും കുറച്ച് കറിവേപ്പില. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്ത് പാൻ ഫ്രൈ എന്ന് പറയുമ്പോൾ പാനിലിട്ടിട്ട് പിന്നെ അത് കടച്ചും വയ്ക്കും അല്ലേ? നല്ല ആവിയും കൂടി കയറിയിട്ട് ഉള്ളിലേക്ക് ആകാനായിട്ട്. ഓക്കെ, അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് പാൻ ഫ്രൈ ചെയ്തിട്ട് ഗ്രിൽ ഫിഷ് റെഡി. യെസ്, ഇതിങ്ങനെ ഗ്രിൽഡ് ഫിഷ് മാത്രമായിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാം. വെരി സിമ്പിൾ. അതെ അതെ, കഴിക്കാം. പക്ഷെ ഇതെന്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഒരു സോസ് മേക്കിംഗ്. ഇതിപ്പോൾ സിംഗിൾ ഒരെണ്ണം കാണിച്ചു എന്നേ ഉള്ളൂ, ബാക്കി പീസസ് എല്ലാം അവരകത്ത് ചെയ്യും. ഇനി അതിൻ്റെ സോസ് ഉണ്ടാക്കുന്നതും കൂടി കാണിക്കാം. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, കുറച്ച് ഉലുവ 1/4 ടീസ്പൂൺ, യെസ്, കടുകുണ്ട്, വെറ്റൽ മുളക്, ഇഞ്ചി ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച്. ഓക്കെ, 2 പച്ചമുളക്, കൊച്ചുള്ളി ഒരു 10 എണ്ണമെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ? ഇൻഡക്ഷൻ ആവുമല്ലോ, കാറ്റിനെ പേടിക്കണ്ടല്ലോ. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഒറ്റ മോഡേ ഉള്ളൂ, അതായത് ചൂട്. അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നല്ല ഹൈ ഫ്ലെയിം. 2 സവാള അരിഞ്ഞ് ചേർക്കുന്നു. ഓക്കെ, ഫൈനലി കാരണം ഇത് നമ്മൾ ഉണ്ടാക്കി ആ കറി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും പഴങ്കഞ്ഞിയുടെ ആയാലും അതേപോലെ ദോശയുടെ പഴങ്കഞ്ഞിയുടെ പറ്റും. പിന്നെ റോസ്റ്റ് വിത്ത് പഴങ്കഞ്ഞി അടിപൊളി. ഒരു മിടുക്കനാണ് ഷെഫ് ഉമേഷ്. കേട്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. വളരെ രസികനുമാണ്, അതിൻ്റെ കോമഡിയൊക്കെ പറഞ്ഞ്. ഓക്കെ, ഇനി മസാല പൗഡേഴ്സ് 1 by 1. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി,
നമ്മൾ 5 തക്കാളി സ്ലൈസും ക്യൂബും ആയിട്ട് ഇടുന്നു. സ്ലൈസ് ചെയ്തിടുന്നത് അതിൻ്റെ മാഷ് ആവും ഗ്രേവിയുടെ. ഈ ക്യൂബ് ആകുമ്പോൾ ഗ്രേവി എടുക്കുമ്പോൾ അതിൽ കടിക്കാൻ കഷ്ണങ്ങളൊരു ടേസ്റ്റ് ആണ് ഗ്രേവി. 5 മീഡിയം ആണോ സൈസ്? 5 മീഡിയം സൈസ്. ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 1/2 കപ്പ് അല്ലേ, 1/2 കപ്പ് ചൂടുവെള്ളം. ഒരു കുഴഞ്ഞ് ഒരു ഗ്രേവി പോലെ കിട്ടും. പുളി നമ്മുടെ സാധാരണ വാളംപുളി പിഴിഞ്ഞത് കുറച്ചൊഴിക്കുന്നു. യെസ്, ആൾക്കാർക്ക് മനസ്സിലാവില്ല അത് ക്യാപ്സിക്കം ആണെന്ന്. ഒരു ഡിഫറെൻ്റ് ഒരു കുറച്ച് ഫ്ലേവർ കിട്ടും എന്നാണ് ഷെഫ് പറയുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് ഒന്ന് കുറുകി വരുന്നുണ്ട് പുളി ഒഴിച്ചതിന് ശേഷം. ഇനി നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ, ഫ്രഷ് കോക്കനട്ട് മിൽക്ക്. അതായത് ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. ഇങ്ങനത്തെ തവിയിലാണ് 2.5 എടുത്തത്. അപ്പോൾ ഏതാണ്ട് ഒരു 1/2 കപ്പോളം വരും. ഭയങ്കര നല്ല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഗുഡ് ടൈം, വി ആർ എൻജോയിങ്. ഇത് അവിടെ പൂളിൽ അനുകുട്ടിയും കുഞ്ഞും കൂടെ കുറേ നേരം മഴയത്ത് പൂളിൽ കിടന്ന് ചാടാണ്. എനിക്ക് കാണാം പൂള്. ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ലാസ്റ്റ് ഫൈനൽ ഗാർണിഷിന് മുമ്പ്, അത് ഫൈനൽ ടച്ചാണത്. ഓക്കെ, ഒരു വെഡ്ജ് ഓഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. ഇച്ചിരി ഉപ്പും കൂടി വേണ്ടി വരും, അതും കൂടി ചേർക്കുന്നു. പിന്നെ തിക്ക് ഗ്രേവി ആയിട്ട് മാറും. കുറച്ചുകൂടി ഇരുന്ന് കുറുകും. അങ്ങനെ ഒരു ഈസി പീസി ആയിട്ട് കാര്യങ്ങൾ നടന്നു. ഇനി ബാക്കി ഫിഷിനെ ഗ്രില്ല് ചെയ്യാൻ അകത്തേക്ക് കൊടുത്തു വിട്ടു. അത് ഇനി വെച്ചിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം. ഫൈനൽ പ്രസൻറ്റേഷൻ, ഷെഫിൻ്റെ അടിപൊളി പ്രസൻറ്റേഷൻ കാണട്ടെ. ഇതാണ് ഒരു ഷെഫ് കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ സാധാരണ വീട്ടമ്മമാർ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നോർമൽ. ശരി, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇത് ഭയങ്കര സംഭവമാണ്. ഇത് നോക്കിയാൽ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്. ഫിഷിനെ വയ്ക്കുന്നു. റോസ്റ്റ് എക്സലൻറ്റ്, ഗംഭീരം, അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഗംഭീരം. അപ്പം നമ്മളിനി ഉച്ചയ്ക്ക് ലഞ്ചിന് ഇതാ കഴിക്കാൻ പോകും. ബോയിച്ചേട്ടനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലഞ്ചിന്. അപ്പോൾ പതിവില്ലാതെ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റിസോർട്ട് തന്നെയാണ്. ഫുഡ് വൈസ് ആൻഡ് ദി സ്റ്റേ ആൻഡ് ആംബിയൻസ് എനിക്ക് പറയാൻ വാക്കില്ല. ഞാൻ പറഞ്ഞ് ഇങ്ങനെ നടക്കാം, മയങ്ങി നടക്കുകയാണ്. Was the one who coordinated all this feeding I have to Mahesh. Yes. So ഇല്ലങ്ങൾ പഴയ ഇല്ലങ്ങളൊക്കെ പൊളിച്ചിട്ടാണ് all the traditional Kerala houses dismantled, numbered, and brought here and then refixed. So that is why all our rooms, guests always ask us, your rooms, if we say we are a category X or category Y, but each room is different in its own way. The size and the shape all are different. Yes. ഒരു 30 വർഷം മുന്നേയുള്ള കഥയാണ് പറയണേ. ഹിസ് ബ്രദർ കെയിം ഫോർ ഹിസ് ഹണിമൂൺ ഹിയർ ആക്ച്വലി. യെസ്, ദാറ്റ്സ് ഇറ്റ്. Correct. Wonderful. Yeah. That room. Okay, I've taken shape. Ajiയും മീരയും ഇവിടെ ആയിരുന്നു അവരുടെ ഹണിമൂണിന് വന്നത്. Okay, they were here for 3 days I think. Yeah, that time. കൊച്ചുള്ളി സീ ഫുഡ് സൂപ്പ് അല്ലേ? ഒരു സൗത്ത് ഇന്ത്യൻ സീ ഫുഡ് കറി ലീഫ് സൂപ്പ്. ഒരു സൗത്ത് ടച്ച്, ഒരു ഫ്യൂഷൻ എന്ന് പറയല്ലേ, അങ്ങനെയാണെങ്കിൽ അടിപൊളി. ഇതാണ് ഇവരുടെ ടോസ്റ്റ്. ഭയങ്കര നല്ല കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. ഇതൊരു സാലഡ്, അവക്കാഡോ, സുക്കിനി, പിന്നെന്തൊക്കെയാണുള്ളത്? ബെൽ പെപ്പർ ആൻഡ് മുളപ്പിച്ച കടുകാണല്ലോ. യെസ്, ലെറ്റ്യൂസ് എല്ലാം കൂടി ഒരു സാലഡ്. ഹെൽത്തി. ആപ്പിൾസ് ആർ ഓൾസോ ദർ. പൈനാപ്പിളും ഉണ്ട് കേട്ടോ. ആപ്പിൾസ്, പൈനാപ്പിൾസ്, എവറിത്തിങ്. കുക്കുംബർ. ഇറ്റ്സ് വെരി ഹെൽത്തി. വറുത്തരച്ച സാമ്പാർ, അതുപോലെ ചെട്ടിനാട് വെജിറ്റബിൾ കറി, കേരള പറാട്ട, റൈസ്, നമ്മുടെ സാധാരണ ചമ്പാവലി ചോറ്. ഇനി നമ്മുടെ ഫിഷ് വരുന്നുണ്ട്.
സ്വീറ്റ് പൊറോട്ടാസ്, പിന്നെന്താണ് ഫിഷ്. ഓക്കെ, ഓ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് വരികയാണ് ഫിഷ്. ഓരോരുത്തർക്കും ഓരോ പോർഷൻ. നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞു ഇത് എങ്ങനെയാണെന്ന്. ഫിഷ് ഇൻ ടൊമാറ്റോ ആൻഡ് കോക്കനട്ട് റോസ്റ്റ് ആണ്. ഫിഷ് റോസ്റ്റ് ആൻഡ് കോക്കനട്ട് ആൻഡ് ടൊമാറ്റോ ഗ്രേവി, അങ്ങനെയാണ് സംഭവം. ക്രീം ഓഫ് ചിക്കൻ, അടിപൊളി. സ്വീറ്റ് പൊറോട്ട, ഓ മൈ ഗോഡ്, എന്ത് വലിപ്പം, ഭയങ്കര വലുതാ. ഗംഭീരം, അതിഗംഭീരം. ആ ഉലുവ ടേസ്റ്റൊക്കെ ഇങ്ങനെ പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക രീതി കേട്ടോ. ഉണ്ടാക്കി കണ്ടതിനെക്കാട്ടിലും ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. എക്സലൻറ്റ്, അതുപോലെ ഗംഭീരം. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് അടുത്ത ഓരോരോ സ്റ്റെപ്പായിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, എൻഡ് പോർഷനാണ് ഇതിങ്ങനെ കടലിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി, ഇതിപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും ഒരു റീലൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈവനിങ് ടൈം, ഇപ്പോൾ ഒരു 5:30 മണിയായി. ഓക്കെ, അദാനിയുടെ ബോട്ട്, നമ്മുടെ ഇൻ്റർനാഷണൽ സീ പോർട്ട്. രക്ഷയില്ല. അതെ, കടലിങ്ങനെ ഞെടിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ എൻഡാണ്. ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞില്ല, ഇവർ പോർട്ട് വന്നതിന് ശേഷമാണ് ഇവരുടെ ബീച്ചൊക്കെ അവർക്ക് നഷ്ടമായത്. ഇതിങ്ങനെ നടന്ന് പോകാൻ പറ്റും. ഇത് ഇവരുടെ ഒരു ബാർബിക്യൂ ആൻഡ് ഈവനിങ് കൗണ്ടർ പോലെ. ഇപ്പം മഴ ആയതുകൊണ്ട് അതൊന്നും ഓപ്പൺ അല്ല. ഇതാണ് ഇവിടുത്തെ 360 ഡിഗ്രിയിൽ കടൽ കാണാൻ പറ്റുന്ന കോട്ടേജ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞല്ലോ. അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യമുള്ളൊരു സ്ഥലം. ഇങ്ങനെ നടന്ന് പോയാൽ വീണ്ടും നമ്മൾ കടലിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തുന്നത്. ഇതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഈ 360 ഡിഗ്രിയുടെ കോട്ടേജ്. അത് കാണുമ്പോൾ പിന്നെ ഇവിടെ സീസണിൽ നല്ല എക്സ്പെൻസീവാണ് ഈ ഒരു കോട്ടേജ്. ഓഫ് സീസണിൽ കുറച്ചുകൂടി ലാഭത്തിന് നിങ്ങൾക്ക് വന്ന് താമസിക്കാം. ഇത് ഭയങ്കര സോട്ട് ആഫ്റ്ററാണ് ഈ ഒരു കോട്ടേജ്. ഇന്നിപ്പോൾ ഓക്യുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ എല്ലാം സീ ഫേസിങ് കോട്ടേജസ് ആണ്. ഈ ഭാഗത്തെല്ലാം ട്രഡീഷണൽ. ഇതാണ് ബോർഡർ മതിൽ കഴിഞ്ഞാൽ പിന്നെ കടലാണ്. കാണുന്നുണ്ടല്ലോ, അയ്യോ പാറക്കൂട്ടങ്ങൾ. വേണമെങ്കിൽ അതുവഴി നടന്നു പോയി ആ പാറയുടെ അറ്റത്ത് വേണമെങ്കിൽ പോയി ഇരിക്കാം. കുറേ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാനായിട്ട്. ഇവിടെ ഒരു ഓപ്പൺ ഒരു സ്റ്റേജ് പോലെയുണ്ട്, കഥകളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ടാണെന്ന് തോന്നുന്നത്. ആ ഭാഗത്ത് അവിടെ ഇങ്ങനെ കടലിനോട് ചേർന്നാണ്. പക്ഷേ ഇവിടെ നിന്ന് കടലിലേക്ക് ഇറങ്ങരുത്, ഡേഞ്ചറാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ, മൈൻഡ് റിലാക്സിങ്, റിജുവിനേറ്റിംഗ് ഒരു സ്ഥലം. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ പറയുന്ന പോലെ ആയി കാര്യങ്ങൾ. ഓക്കെ, വാവ്, നൈസ്. ഞങ്ങളിവിടെ വ്ളോഗ് മാത്രം. വിവേകാണ്, ഇത് വിവേക് കോവളം. പുള്ളിക്കാരൻ റീൽസ്, ഫോട്ടോസ് ഇതെല്ലാം എടുക്കാനായിട്ട് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാണിപ്പോൾ ഞാൻ സാരിയെ കൊടുത്തിറങ്ങിയിരിക്കുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ, ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഇവിടുത്തെ പൂൾ, ബ്യൂട്ടിഫുൾ ഇൻഫിനിറ്റി പൂൾ. അതെ, ഇതൊരു നാച്ചുറൽ റോക്ക് തുറന്നുണ്ടാക്കിയതാണ് ഈ ഒരു പൂള് കേട്ടോ. പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഞങ്ങളൊരു 30 years ബാക്ക് വന്നപ്പോഴും ഉണ്ടായിരുന്നു. ജർമ്മൻ ടെക്നോളജിയിൽ 30 years ബാക്ക് ആളുകൾ കൊണ്ടുവന്നിട്ട് ആ പാറയിൽ നിന്നും ചെറിയ ഊറ്റുള്ള പാറയായിരുന്നു, അതിനെ സേഫായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ പൂളാണ്. ഇതൊരു ഇൻഫിനിറ്റി പൂളാട്ടോ. അതെ, ഇവിടെ കിടന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നേരെ കടല. ഇവിടെ പുടുമോളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ സമയത്ത് കുക്കിങ്ങിൻ്റെ ഇത് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പൂൾ. നല്ല മഴ, ഞാൻ പറഞ്ഞില്ല, മഴ വരുന്നു പോകുന്നു. ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി. യെസ്, സതീഷും മക്കളുമൊക്കെ വെള്ളത്തിലാണ്. അതാണ് ഷിപ്പിൽ അടക്കം നമുക്ക് ഇവിടെ നിന്നാണ് കാണാം. ചരക്ക് കൊണ്ടുവരുന്നത് ഓൾ കാർഗോസ്. സോ നൈസ്, വരേണ്ട സ്ഥലം കേട്ടോ, മസ്റ്റ് വിസിറ്റ്. ഐ ഹൈലി റെക്കമെൻഡ്. അവിടെ ഒരു ഗണപതിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, ഗ്രാനൈറ്റിൽ. ഈ എന്ത് ഭംഗിയാണ് അത് കാണാൻ.
പുടു സ്ലീപ്പിംഗ്. അനുവിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. ഒരുപാട് പരാക്രമമായിരുന്നു കേട്ടോ. അയ്യോ, അത് സ്വിങ്ങിലോ അത് ഇതൊക്കെ ഹാമോക്കിലൊക്കെ ആടി ഷീസ് ടയേർഡ്. അപ്പോൾ അനു കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, ഉറങ്ങി. റെസ്റ്റോറൻറ്റ് ഭാഗത്ത് തന്നെയുണ്ട് അവരെല്ലാം. വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്സ്. അപ്പോൾ ഡിന്നർ ടൈം അത് നമ്മൾ റൂമിൽ തന്നെ റൂം സർവീസ്. യെസ്, ഇവിടുത്തെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ, ഇവിടുത്തെ കുറച്ച് ഡ്രൈ ചില്ലി ചിക്കനാണെന്ന് പറഞ്ഞു, അത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ചില്ലി ചിക്കൻ, പിന്നെന്താ ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ, അതുകൊണ്ടൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ വരുന്ന സോസ് അങ്ങനത്തെ കാര്യം. ഫ്രഷ് ജ്യൂസ്, വാട്ടർമെലൺ ആൻഡ് ലൈം. ഡിസേർട്ട് ഒന്നും വേണ്ട, ഒരുപാടായി ഫുഡ് കഴിക്കുന്നു. ഓ സൂപ്പർ, സൂപ്പറാണ്. സൂപ്പർ എൻ്റെ പൊന്നു മോളെ. ജ്യൂസ് കൊള്ളാമില്ലേ? അപ്പം നമ്മൾ ഇന്ന് രാത്രി കൂടിയുള്ളൂ. നമ്മൾ രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുക. ഓ മോനെ, നല്ല അടിപൊളിയായിരുന്നു സ്റ്റേക്കേഷൻ. എന്താണ് അഭിപ്രായം? അടിപൊളി. 2 ദിവസം അടിപൊളി. ഇനി നമ്മൾ വീണ്ടും റിയാലിറ്റിയിലേക്ക് പോകും. വർക്ക് ലൈഫ് ഇത് എല്ലാ വർക്ക്, നമ്മൾ വർക്കും റിലാക്സിങ്ങും എല്ലാം കമ്പൈൻഡ് ആണ് ആക്ച്വലി. പക്ഷെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു 2 ദിവസം അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഇത് 9 മണിയോ 5 മണിയോ 6 മണിയോ ഒന്നുമല്ല. ദിസ് ഈസ് കടലിങ്ങനെ റഫായി കിടക്കുക. ഇപ്പം മണി 10 മണിയുടെ സമയമാണ്. 10 മണിയെന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി പോലെ ഇരിക്കുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മിസ് ചെയ്തു. റൂമിലേക്ക് ടോസ്റ്റും ചായയും പറഞ്ഞിട്ടുണ്ട്. അനിക്കുട്ടിക്ക് ചായ ആൻഡ് പുടുവിന് ടോസ്റ്റ്. അയ്യോ കുട്ടി, ഞാനും എൻ്റെ പുടുമോളും ഇവിടെ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ചാരു കസേരയിൽ. അയ്യോ, മോർണിംഗ് വൈബ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, പുടുവിന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എടുത്തോണ്ട് ഇവിടെ എല്ലാം നടക്കണം എന്നാണ്. ഞാനിങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇവിടെ എടുത്തിരിക്കുക. അത് തന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് കുളിക്കണം, ഡ്രസ്സ് ചെയ്യണം, തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. ഓക്കെ, രാവിലെ ഇറങ്ങാതെ വെച്ചു, പക്ഷെ രാവിലെ നടക്കില്ല. ഈ ഒരു മൂഡിൽ ഇവിടെ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോകും. സോ കോസിയോ എന്നെ പിടിച്ചത്. മോർണിംഗ് വൈബ്സ് വേറെ, വൈകുന്നേരം ആകുമ്പോൾ വേറെ. എന്ത് രസമല്ലേ ഈ നിരാമായ വെൽനസ് റിട്രീറ്റ്, സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ റെഡിയായി കഴിഞ്ഞു, ഞാൻ റെഡിയായി കഴിഞ്ഞു. അനുകുട്ടിയും മോളും ഓൾമോസ്റ്റ് റെഡി. ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. എല്ലാം അനു ലാസ്റ്റ് മിനിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും വിട്ടുപോയോ മറന്നുപോയോ അങ്ങനത്തെ കാര്യം. തിരിച്ചു പോകാൻ സമയമാകുന്നു. സാഡ്. നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകണം, സാഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു 100 ജോലി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. സോ റിലാക്സേഷൻ ആൻഡ് എന്താ പറയുക, റെജുവിനേഷൻ ഓവർ. അപ്പം പൂർവാധികം ശക്തമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കുറേ ദിവസത്തേക്ക് ജോലി ചെയ്യാം നന്നായിട്ട്. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. കുറച്ച് ജോലി ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുക. അല്ലാതെ 100% ജോലി 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 എന്ന് മാത്രമായ സ്ട്രെസ്ഡ് ഔട്ട് ആവും എല്ലാവരും. അപ്പോൾ അത് അല്ല. ഇപ്പോൾ വലിയ വലിയ സംഭവങ്ങളായിട്ട് റിലാക്സ് ചെയ്യണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് റിലാക്സ് ചെയ്യാൻ. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് പ്രോപ്പർട്ടി. എവിടെ വരുന്നു? ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരുന്ന കുട്ടീനെ തലമുടി കെട്ടാനൊന്നും ഇപ്പോൾ സമ്മതിക്കാറില്ല ഇത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് സമ്മതിച്ചു. മോൾക്കാണെങ്കിൽ ഫുൾ ടൈം വെളിയിൽ നിൽക്കണം എന്നാണ് ആഗ്രഹം, ഇങ്ങനെ നടക്കാൻ. ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഫുൾ. മഴയാണെങ്കിലും ഷീ ലൈക്സ് ഇറ്റ്. പുടുമോളെ, സരസ്വതി മോളെ, എങ്ങനെ ചിരിക്കുന്നേ കുഞ്ഞ്, എങ്ങനെ ചിരിക്കുന്നേ? എങ്ങനെയാണ് ചിരിക്കുന്നത്? സോ ബാഗ്സ് ആർ ഓൾറെഡി സെറ്റ്. തിരിച്ചു പോകുമ്പോൾ 2 ബാഗ് എഡീഷൻ, അതായത് നനഞ്ഞത് ലോണ്ടറി ബാഗിലേക്ക് ആക്കി, നനഞ്ഞതും പൂളിലൊക്കെ ഇറങ്ങിയത്. യെസ്. കുട്ടി എങ്ങനെയുണ്ടായിരുന്നു അരിക്കുട്ടി? 2 days അടിപൊളി വൈബ്. റിജുവിനേറ്റഡ് ആയോ? ഇനി ജോലി ചെയ്യാനുള്ള എനർജി അത് കഴിഞ്ഞപ്പോൾ സെറ്റാ. പക്ഷെ ആ വയ്യായ്ക മാറി ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറി. എന്നിട്ട് ജലദോഷവും ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഉഷാറായി. ഇനി വർക്കിലേക്ക് കടക്കുന്നു. നമ്മൾ 3 പേരും ബ്ലൂ 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 ആണ്. ബ്ലൂ ബ്ലൂ ബ്ലൂ. അനുക്കുട്ടി ബ്ലൂ, ഞാൻ ബ്ലൂ, ആൻഡ് പുടു ഈസ് ഓൾസോ ബ്ലൂ. ഇന്നൊരു ബ്ലൂ ഡേ ആണ്. പുടുവിന് പുല്ല് പറിക്കുക,
ഇലകളെടുക്കുക, പൂക്കളെടുക്കുക, ഇതൊക്കെ ഇഷ്ടം. ബഗ്ഗി വന്നിട്ടുണ്ട്. നമ്മളുടെ എന്താ പറയുക, ബാഗേജ് എല്ലാം ആദ്യം കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബഗ്ഗിയിൽ തന്നെ റിസപ്ഷൻ്റെ അവിടെ എത്താം. ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എങ്കിലും ബഗ്ഗി റൈഡ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പോകാം. നമ്മൾ പോകാനായിട്ടെല്ലാം റെഡിയായി ബഗ്ഗിയിലേക്ക് കയറാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഷെഫിനെ കാണാൻ പറ്റി. ഭാഗ്യമായി പോകുന്നതിന് മുമ്പ് യാത്ര പറയാൻ പറ്റുമല്ലോ. അപ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫ് ഉമേഷ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൗത്ത് ഇന്ത്യൻ ഷെഫാണ് ധനുഷ്. അപ്പോൾ ഇദ്ദേഹം 12 വർഷമായിട്ട് ഇവിടെയുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ട് വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റും. മേഡം വന്ന് നമ്മളെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മളുമായിട്ട് കൂടെ സഹകരിച്ചതിൽ വലിയ സന്തോഷം. എനിക്ക് ഷെഫിൻ്റെ കൈപ്പും നമ്മൾ കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും വരുമ്പോൾ കാണാം. ഓക്കെ, ഫാമിലി ആയിട്ടും അല്ലാതെയും വരും. സാറിനെ കണ്ടില്ലേ? കണ്ട് വൈകുന്നേരം ഇല്ലായിരുന്നല്ലോ പോയി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. തിരിച്ച് വരണമെന്ന് വീണ്ടും വരണം തോന്നുന്ന പ്രോപ്പർട്ടിയാണ്. സോ മേ ബി വെൽക്കം ബാക്ക്. ബഗ്ഗിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ കുടു പോയതുണ്ടോ? ബഗ്ഗി ഓടിക്കുന്ന ചേട്ടൻ്റെ കൂടെ. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായി, ഇന്നലെ ഇഷ്ടമായി. അയ്യോ സന്തോഷം. ടാറ്റയൊക്കെ പറയുന്നോ? വായി പറഞ്ഞ് ഒറ്റയ്ക്ക് ഓടിച്ച് പോകുമ്പോഴാണ് എൻ്റെ പൊന്നു. Bye. Bye bye. Bye bye. ഉണ്ട്. ഓ ശരി. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെ ചെയ്യുമല്ലേ? എന്നിട്ട് എന്നിട്ട് അവരുടെ പേര് നമ്മൾ നെയിം ടാഗ് ആക്കി നമ്മൾ തന്നെ ഒരു മരം നട്ട് നമ്മുടെ പേര് അവരുടെ നെയിം ടാഗ് ആയിട്ട് വെക്കുന്നത്. ഓ, അത് നല്ല കാര്യം. എൻവയറമെന്റ് ഫ്രണ്ട്ലി. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നട്ടാൽ മതി. ഇത് ഏത് മാവാണ്? മാവാണോ? അത് മാവാണ്. ഇത് വലുതാവുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വലുതായി കാണാം കുറച്ചുകൂടെ. ചെറിയൊരു ഗിഫ്റ്റ് അല്ലേ? ഓക്കെ, എന്താണ് നിരാമയുടെ ഗിഫ്റ്റ്? ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ. സ്പൈസ് ബോക്സ് ആണ്. ഓ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓ, ഇവിടുന്ന് തന്നെ മരങ്ങളൊക്കെ വീഴുന്ന അതിൽ നിന്നും വേസ്റ്റ് വുഡിൽ നിന്നും അവർ കാർവ് ചെയ്തുണ്ടാക്കുന്നതാണ്. അവരുടെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെ അല്ലേ? നിരാമയുടെ എംബ്ലം. ഓ വെരി ഗുഡ്, കണ്ടോ, അടിപൊളി.